ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരടിപൊളി സ്ഥലമാണ്. തമിഴ്നാട്ടിലെ ഫേമസ് സ്ഥലമായ ചിദംബരത്തോടടുത്ത് കിടക്കുന്ന പിച്ചാവാരം എന്ന മാംഗ്രൂവ് ഫോറസ്റ്റാണ് ആ അടിപൊളി സ്ഥലം. ഏകദേശം ഉച്ചയോടടുത്തപ്പോഴാണ് ഞാൻ പിച്ചാവാരം എത്തിയത്. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര എന്ന് കരുതി ആദ്യം കണ്ട ഹോട്ടലിൽ തന്നെ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു. നല്ല ഊണായിരുന്നു. കുറഞ്ഞ പൈസയ്ക്ക് സീ ഫുഡ്സ് കിട്ടി. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ പിച്ചാവാരത്തിനോടടുത്ത് തന്നെ ഹോട്ടലുകളുണ്ട്. അവിടുന്ന് കഴിച്ചാൽ നല്ല സീ ഫുഡ്സ് കിട്ടും. പോരാത്തതിന് വിലയും കുറവാണ്. പെട്ടെന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഒരു 2 കിലോമീറ്റർ കൂടി പോയാൽ സ്ഥലമായി. ഞങ്ങൾ എത്തുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അതുമാത്രമല്ല, കൂടുതൽ ദൂരം ബോട്ട് യാത്രയ്ക്ക് പോകണമെങ്കിൽ മിനിമം 8 പേരെങ്കിലും വേണം. അല്ലെങ്കിൽ മുഴുവൻ ചാർജും ഞങ്ങൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഇവിടെയുള്ളത് 2 തരം സർവീസാണ്: റോ ബോട്ടും മോട്ടോർ ബോട്ടും. റോ വളരെ കുറച്ച് ദൂരമേ പോകും. മോട്ടോർ ബോട്ട് 2 കിലോമീറ്റർ പോകും. 40 മിനിറ്റ് നേരം യാത്രയും ചെയ്യാം. 2000 രൂപയാണ് ചാർജ്. ബോട്ട് ടിക്കറ്റ് ചാർജ് ഡീറ്റെയിൽ ആയി വീഡിയോയിലുണ്ട്. മാംഗ്രൂവ് ഫോറസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ സിനിമയിലും മറ്റും. നിങ്ങൾ വിശാൽ മൂവി തുപ്പരിവാലൻ കണ്ടിട്ടുണ്ടോ? അതിലെ അവസാന സീൻസിൽ കാണിക്കുന്ന സ്ഥലമാണ് പിച്ചാവാരം മാംഗ്രൂവ് ഫോറസ്റ്റ്. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ മാന്ത്രികം സിനിമ. അങ്ങനെ ഒരുപാട് സിനിമകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അധിക നേരം കാത്തു നിൽക്കേണ്ടി വന്നില്ല. തഞ്ചാവൂരിൽ നിന്ന് വന്ന ഒരു ഫാമിലിയെ കണ്ടു. അവർ 5 പേരുണ്ടായിരുന്നു, ഞങ്ങൾ 3. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് ജാക്കറ്റ് ധരിച്ച് ബോട്ടിങ്ങിന് തയ്യാറായി. തമിഴ്നാടിന്റെ ഹൃദയഭാഗത്ത് ചിദംബരം നഗരത്തിന് സമീപം പ്രകൃതിയുടെ അത്ഭുതമായി വിരിഞ്ഞുകിടക്കുന്നൊരു ജാലവിളയാണ് പിച്ചാവരം മാംഗ്രൂവ് ഫോറസ്റ്റ്. കടലും കരയും തമ്മിലുള്ള അതിർത്തിയിൽ ശാന്തമായി ജീവിക്കുന്ന ഈ വനമേഖല ലോകത്തിലെ ഏറ്റവും വലിയ മാംഗ്രൂവ് സമുച്ചയങ്ങളിൽ ഒന്നാണ്. ഇവിടെ വെള്ളവും മണ്ണും ഒരുമിച്ച് ചേരുമ്പോൾ ജീവന്റെ പുതിയൊരു ലോകം പിറക്കുന്നു.
മണ്ണിനകത്തു വേരുകൾ മറഞ്ഞു വളരുന്ന മരങ്ങളല്ല ഇവ. മുകളിലേക്കുയർന്ന് ശ്വാസമെടുക്കുന്ന എയർ റൂട്ട്സ് എന്ന പ്രത്യേക വേരുകളാണ് ഇവയുടെ പ്രത്യേകത. മാംഗ്രൂവ് വനങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്ന് നോക്കാം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നദികൾ കടലിലേക്ക് ചേർന്നപ്പോൾ അവ കൊണ്ടുവന്ന മണ്ണും ചെളിയും ചേർന്ന് തീരപ്രദേശങ്ങളിൽ പതിഞ്ഞു. ഈ ചെളിയിൽ ഉപ്പിന്റെ അളവ് കൂടുതലായതിനാൽ സാധാരണ സസ്യങ്ങൾക്ക് വളരാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ചില പ്രത്യേക സസ്യവർഗ്ഗങ്ങൾ, ഉപ്പിനെ സഹിക്കാൻ കഴിയുന്നവ, ഇവിടെ വളരാൻ തുടങ്ങി. ഇവയാണ് ഇന്നത്തെ മാംഗ്രൂവ് മരങ്ങളുടെ പൂർവികർ. മാംഗ്രൂവ് വനങ്ങൾ ഇന്ത്യയിലേക്ക് വന്നതെങ്ങനെ? ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ മാംഗ്രൂവ് സസ്യങ്ങൾ ആദ്യം രൂപപ്പെട്ടത് ദക്ഷിണ കിഴക്കൻ ഏഷ്യയിലെ തീരപ്രദേശങ്ങളിലാണ്. കടൽ പ്രവാഹങ്ങളും കാറ്റും വഴി ഇവയുടെ വിത്തുകൾ നീന്തി നീന്തി ഇന്ത്യയുടെ തീരങ്ങളിലേക്കെത്തി. അങ്ങനെ കാലക്രമേണ സുന്ദർബൻസ് മുതൽ തമിഴ്നാട് വരെയുള്ള തീരപ്രദേശങ്ങളിൽ മാംഗ്രൂവ് വനങ്ങൾ വ്യാപിച്ചു. പിച്ചാവരം മാംഗ്രൂവ് ഫോറസ്റ്റ് അതിൽ ഏറ്റവും മനോഹരമായ ഒന്നാണ്. ഇവിടെ 1000-ലധികം ജലച്ചാലുകളും ചെറുകായലുകളും ചേർന്ന് ഒരു പ്രകൃതിദത്ത ലാബിറിന്ത് സൃഷ്ടിച്ചിരിക്കുന്നു. നാവികയാത്ര ചെയ്യുമ്പോൾ വെള്ളത്തിൻമീതെ തഴുകുന്ന ശാഖകളും വേരുകളും ഒരു സിനിമാറ്റിക് അനുഭവം നൽകും. அதுபோல் வேர் வந்து மேலே இருந்து கீழே இருந்தால் அடிமரம் வந்து மேலே தான் இருக்கும். அந்த வேர் சப்போர்ட்டில் அடிமரம் மேலே, கடலோட தண்ணியில் இதை கீழே இருக்க தான் வேர், அடிமரம் மேலே இருக்கும். கடலோட தண்ணியில், உப்பு தண்ணியில் வந்து எந்த மரமும் வராது. ஆனால் உப்பு தண்ணியிலவே தானாகவே இயற்கையாகவே அமைஞ்ச மரம் இந்த மரம் மட்டும்தான். போல் அப்படி இயற்கையாக அமைஞ்ச ஒரு 5000 ஏக்கர் ஏரியா மட்டும். ஐயாயிரம் ஏக்கருக்குள்ளார ஒரு போட்டிங் போகிற அளவுக்கு ரூட்டு மட்டும் 4448 ரூட் இருக்கு. எல்லா ரூட்டை பார்க்கணும்னா ஒரு 5 நாள் ஆகிடும். எம்ஜிஆர் படம் தான் ஃபஸ்ட்டில் இதே கண் ஃபேமஸ்ஸு. அதான் ஃபஸ்ட்டு எம்ஜிஆர் படம் இதே கணி, அதான் ஃபஸ்ட்டு ஷூட்டிங். அது எடுத்துகிட்டு போனப்போ தான் போட்டோஸ் ஆரம்பித்தாங்க. அதுக்கு வந்து சூரியன், சின்னவர், தசாதரன், பேராமி, துப்புரவாளன் இங்கே எடுத்துருக்காங்க. ஓ, துப்புரவாளன் முடியல லாஸ்ட் சீன். ஆமாம், விஷால் லாஸ்ட் சீன். ബോട്ട് ഡ്രൈവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പിച്ചാവാരം ഫോറസ്റ്റിനെ പറ്റി. മാംഗ്രൂവ് ഫോറസ്റ്റിനെ തമിഴിൽ വിളിക്കുന്നത് സ്വരപ്പിണ്ണൈ എന്നാണ്. ഇത് പൂക്കും കായ്കളും ഉണ്ടാകും. 4448 റൂട്ട്സ് ഉണ്ട് പിച്ചാവാരത്ത്. 5000 ഏക്കർ ഫോറസ്റ്റ് ഉണ്ട് ഇവിടെ. ഇത് മുഴുവൻ ചുറ്റിക്കാണണമെങ്കിൽ ഏകദേശം 15 ദിവസം വേണം. MGR മൂവിയാണ് ഇവിടെ ആദ്യം ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞാണ് ഇവിടെ ഷൂട്ടിംഗ് തുടർച്ചയായത്. സൂര്യൻ, ചിന്നവാർ, ദശാധാരൻ, തുപ്പരിവാലനൊക്കെ ഷൂട്ട് ചെയ്തു. പിന്നെ നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ബ്ലോക്ക് ബസ്റ്റർ മൂവി മാന്ത്രികൻ നമ്മൾ പോകുന്ന റൂട്ടല്ല, കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറിയാണ് അതിന്റെ സെറ്റ് ഇട്ടിരുന്നത്. തുപ്പരിവാലന്റെ സെറ്റ് നമുക്ക് കാണാൻ പറ്റും. ഈ വനങ്ങൾ വെറും സൗന്ദര്യമല്ല, പ്രകൃതിയുടെ രക്ഷകരാണിവ. സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും തീരപ്രദേശങ്ങളെ സംരക്ഷിക്കാൻ മാംഗ്രൂവ് വനങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് തന്നെ 2004 ഇന്ത്യൻ ഓഷ്യൻ സുനാമി സമയത്ത് മാംഗ്രൂവ് പ്രദേശങ്ങൾക്ക് കുറവ് നാശനഷ്ടം സംഭവിച്ചതായി പഠനങ്ങൾ പറയുന്നു.
പക്ഷികൾക്കും മത്സ്യങ്ങൾക്കും ചെറുജീവികൾക്കും ഇതൊരു സ്വർഗമാണ്. വലതുവശത്തൊരു പക്ഷി പറക്കുമ്പോൾ ഇടതുവശത്ത് വെള്ളത്തിനടിയിൽ ജീവൻ തിളങ്ങുന്നു. ഇതാണ് പിച്ചാവരത്തിന്റെ യഥാർത്ഥ മായാജാലം. ഇന്ന് ഈ മാംഗ്രൂവ് വനങ്ങൾ നമ്മുടെ സംരക്ഷണത്തിനായി കാത്തിരിക്കുന്നു. നാം സംരക്ഷിച്ചാൽ ഇവ നമ്മെ സംരക്ഷിക്കും. പിച്ചാവരം ഒരു യാത്രയല്ല, ഒരു അനുഭവമാണ്. നമ്മൾ സിനിമയിൽ കണ്ടതുപോലെയല്ല നേരിൽ കാണുമ്പോൾ. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മാൻഗ്രോവ് ഫോറസ്റ്റ് അല്പം ഭയപ്പെടുത്തുന്നവയുമാണ്. കാരണം ഇതിന്റെ നടുവിൽ പെട്ടുപോയാൽ തിരിച്ചെത്തുക അസാധ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകം പെർമിഷൻ എടുത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുവാദത്തോടെ മാത്രമേ കൊണ്ടുപോകൂ. അതുപോലെ ഇടയ്ക്ക് വെള്ളം കുറഞ്ഞാലും പ്രശ്നമാണ്, ബോട്ട് ഓടില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ബോട്ടിൽ മാത്രമേ യാത്ര ചെയ്യാവൂ. ടൂറിസം ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട്. ഞാനിത് പറഞ്ഞതിന് കാരണം പിച്ചാവാരത്ത് മാത്രമല്ല മംഗ്രോവ് ഉള്ളത്, പോണ്ടിച്ചേരിയിലുമുണ്ട്. അവിടെ പ്രൈവറ്റ് ബോട്ട് സർവീസുമുണ്ട്. അതുകൊണ്ട് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ യാത്ര ചെയ്യാവൂ. ഒരുപക്ഷെ ക്യാഷ് പ്രൈവറ്റ് ബോട്ടിന് കുറവായിരിക്കാം, പക്ഷേ ജീവൻ നമ്മുടെയാണ്. അതുകൊണ്ട് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക. நரி தாம்பா இருக்கும். நரி, நீர்நாய், மீன், நண்டு, எறா தான் இருக்கும். பாம்புண்டா? பாம்பு இருக்கும் நம்ம மேல. ശരിക്കും മാംഗ്രോവിന്റെ ഭംഗി ഇവിടെയാണ് തുടങ്ങുന്നത്. ഭംഗി മാത്രമല്ല, അതേസമയം ഭയപ്പെടുത്തുന്നതുമാണ് ഈ വന്യത. ഒരുപക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ഇതിലൂടെ സഞ്ചരിക്കുക അസാധ്യമാണ്. അത്രയ്ക്ക് ഭീകരത ചിലപ്പോൾ അനുഭവപ്പെടും. നരികൾ കൂവുന്നതും പലതരം പക്ഷികളുടെ കരച്ചിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ഫോറസ്റ്റിനെ ഭയത്തിലേക്ക് തള്ളിവിടുന്നുണ്ട്. അതേസമയം പലതരം കൊക്കുകളും വിദേശ പക്ഷികളും പെലിക്കൻസൊക്കെ നമ്മളുടെ മനസ്സിനെ കൗതുകത്തിലേക്കും മനോഹാരിതയിലേക്കും ലയിപ്പിച്ചു കളയും. ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞും മാംഗ്രോവ്സിനിടയിലൂടെ ബോട്ട് പോകുമ്പോൾ ഇരുകരകളിലും നിൽക്കുന്ന കമ്പുകളിലൊക്കെ തട്ടുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ വന്ന സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ആ അണ്ണനും ഫാമിലിയും നല്ല സൗഹൃദമുള്ളവരായിരുന്നു. അവർ കൊണ്ടുവന്ന ചിപ്സൊക്കെ ഞങ്ങൾക്ക് കൂടി അവർ ഷെയർ ചെയ്തു. വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം വളരെ നിർബന്ധിച്ചാണ് ഞങ്ങളെ കൊണ്ട് കഴിപ്പിച്ചത്. അത്രയ്ക്ക് സ്നേഹവും കെയറിങ്ങും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ അദ്ദേഹം ബോട്ട് ഡ്രൈവറോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു. ജാക്കറ്റ് ധരിക്കാതെ യാത്ര ചെയ്ത വ്യക്തി അണ്ണൻ മാത്രമായിരുന്നു. പിന്നീടാണ് മനസ്സിലായത്, ഫിഷർമാനായ അണ്ണന് ഈ വെള്ളമൊന്നും ഒന്നുമില്ലായിരുന്നു. കുറേ കാര്യങ്ങൾ അണ്ണനും എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ നല്ല സുഹൃത്തുക്കളായിട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര. അതുകൊണ്ട് തന്നെ ഒട്ടും ബോറടി തോന്നിയില്ല.
தண்ணி ஏறணும். இப்போதான் தண்ணி ஏறிட்டு காலையில வந்திருந்தாங்கன்னா இந்த ரூட்ல வந்திருந்தாரு சேர் தெரிஞ்சிருக்கும். ഇതിലെ പോകണമെങ്കിൽ വെള്ളം കൂടുതൽ വേണം, അല്ലെങ്കിൽ പോകാൻ കഴിയില്ലെന്നാണ് ഡ്രൈവർ പറയുന്നത്. അടിയിൽ നിറയെ ചളിയാണ്. രാവിലെ ഒരിക്കലും യാത്ര ഇതിലെ ചെയ്യാൻ കഴിയില്ലെന്നാണ് ഡ്രൈവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഏതായാലും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. നേരിട്ട് കാണണം മാംഗ്രോവിന്റെ ഭംഗിയും വിസ്മയവും. ഫ്രെയിമിൽ കാണുന്നതല്ല ഒറിജിനൽ മാംഗ്രോവ്. ഈ കാണുന്ന കാഴ്ചകൾ ചെറിയൊരു നയനസുഖം മാത്രമാണ്. നല്ല ചൂടുള്ള സമയമായിരുന്നിട്ടും ചെറിയ ചൂട് പോലും അനുഭവപ്പെടുന്നില്ല. മാംഗ്രോവിന്റെ വിസ്മയ കാഴ്ചകൾ അടുത്തറിയണിൽ നേരിട്ടൊരിക്കലെങ്കിലും വരണം. നിറയെ പക്ഷികളും അവയുടെ കരച്ചിലും ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിന് മുകളിൽ വന്ന് ഉയർന്നു ചാടുന്ന മത്സ്യങ്ങളും ഒരു ദൃശ്യ വിരുന്ന് തന്നെയാണ്. മാംഗ്രോവിനിടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഫിഷർമെൻ വലയിട്ട് വെച്ചിരിക്കുന്നത് കാണാം. ധാരാളം മത്സ്യസമ്പത്തുണ്ട് ഈ മാംഗ്രോവ് ഫോറസ്റ്റിനുള്ളിൽ എന്നാണ് കൂടെ ഉണ്ടായിരുന്ന അണ്ണൻ പറഞ്ഞത്. ബോട്ടിന്റെ മോട്ടോർ ശബ്ദം കേട്ടിട്ട് ഒരുപാട് പക്ഷികൾ പറന്നു പോകുന്നത് കാണാമായിരുന്നു. അധികവും കൊക്കുകളും വിവിധ തരം പൊന്മാനുകളുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിദേശ പെലിക്കണുകളെയും കാണാൻ കഴിയുമായിരുന്നു. ബോട്ട് ഡ്രൈവർ പോകുന്ന വഴിക്കുള്ള എല്ലാ സ്ഥലങ്ങളും പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനുകളെക്കുറിച്ചാണ് അധികവും പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. MGR മൂവി മുതൽ തുപ്പരിവാലൻ വരെയുള്ള തമിഴ് സിനിമയെക്കുറിച്ച് ഡ്രൈവർ വാ തോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ കാടിനുള്ളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പുറം ലോകത്തെക്കുറിച്ച് മറന്നു പോകുന്നതായി തോന്നി. അത്രയ്ക്ക് ഫീലായിരുന്നു ഈ കാടിനുള്ളിലൂടെയുള്ള ഈ യാത്ര. വഴി അറിയാത്തവർക്ക് വഴി തെറ്റിപ്പോകാൻ 100% ഉറപ്പുള്ള യാത്രയായിരുന്നു ഇത്. സുരേന്ദ്രൻ അണ്ണൻ ഇടയ്ക്കിടയ്ക്ക് അണ്ണന്റെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ തരാമായിരുന്നു. ഞങ്ങളുടെ കയ്യിലുള്ള സ്നാക്സ് അണ്ണനും കൊടുത്തു. 2 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടു ഒരു 6 കിലോമീറ്റർ എങ്കിലും ഞങ്ങൾ യാത്ര ചെയ്തു കാണും. എന്റെ മൊബൈലിന്റെ ചാർജ് തീരാറായി തുടങ്ങി. ഞാൻ എക്സ്ട്രാ മൊബൈൽ കൊണ്ടുവന്നുമില്ല. മുഴുവൻ വീഡിയോസും കവർ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഡൗട്ട് എനിക്കില്ലാതില്ല. നോക്കാം എന്താകുമെന്ന്. ഈ കാഴ്ചകൾ ഒന്നും മിസ്സാക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. തുപ്പരിവാലൻ ഷൂട്ട് ചെയ്ത ഒരു ഭാഗം മാത്രം കിട്ടിയില്ല. റെക്കോർഡ് ഓണാക്കാൻ ഞാൻ മറന്നുപോയി. അതിന്
അങ്ങനെ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. മാന്ത്രികൻ ഷൂട്ട് ചെയ്തിടത്തേക്ക് ഇനിയും ഇവിടെ നിന്ന് ഒരുപാട് പോകാനുണ്ട്. അതുമാത്രമല്ല, അത് എവിടെയാണെന്ന് ബോട്ട് ഡ്രൈവർക്കും കറക്റ്റ് സ്പോട്ട് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ കാണണമെന്നുണ്ടായിരുന്നിട്ടും ഞാൻ മനഃപൂർവ്വം ആ ലൊക്കേഷൻ വേണ്ടെന്ന് വെച്ചു യാത്ര തുടർന്നു. சாயங்காலம் கொஞ்சம் ஓரளவுக்கு அந்த வேர் மட்டும் வந்துடும். எங்களுக்கு வந்து தண்ணி நிறைய இருந்தால் தான் போட்டிங் பார்த்து கொஞ்சம் ஈஸியாக இருக்கும். தண்ணி கம்மியாயிடுச்சுன்னா போக முடியாது, வேகம் போக முடியாது. சேர்த்து முடிச்சுட்டு தான் வரும். வலை மீன் பிடிக்கிறதுக்காக வலை போட்டிருக்காங்க. இந்த இடத்துல பேராமி ஷூட்டிங் எடுத்திருக்காங்க. பேராமில ஒரு 4 லேடி குச்சுட்டு போய் சேத்துல மாட்டிக்குவாங்களே, ஜெயின் ரவி, அந்த ஷூட்டிங் இங்க எடுத்திருக்காங்க. தண்ணி இங்க 3 அடி தான் வரும். കായലിൽ നിറയെ വെള്ളം വേണം, എന്നാലേ യാത്ര ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ ബോട്ട് വേഗത്തിൽ പോകാൻ കഴിയില്ലെന്നാണ് ഡ്രൈവർ പറയുന്നത്. വൈകുന്നേരം തണ്ണി കുറയും, അപ്പൊ ബോട്ട് വേഗത്തിൽ പോകാൻ കഴിയില്ലെന്നും ഡ്രൈവർ പറയുന്നു. ഇവിടെ വലയിട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ജയം രവി മൂവി പേരാൻമൈ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. 4-5 പെൺകുട്ടികളെയും കൊണ്ട് രവിമോഹൻ പോകുന്ന സീൻ ഈ കാണുന്നിടത്താണ് ഷൂട്ട് ചെയ്തത്. ഇവിടെ ആഴം 3 അടിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാകും നിറയെ വെള്ളമുണ്ടായാലേ ബോട്ട് സ്പീഡിൽ പോകുമെന്ന് ഡ്രൈവർ പറഞ്ഞത്. പേരാൻമയുടെ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഇവിടെ. ദാ അത് നോക്കൂ, 2 പേര് നിന്ന് വലയിടുന്നു. ഇതുപോലെയുള്ള മനോഹരങ്ങളായ കാഴ്ചകളാണ് ഇവിടെ നിറയെ നമുക്ക് കാണാനുള്ളത്. ഇനി നമ്മൾ അടുത്ത വീതി കുറഞ്ഞ മാംഗ്രോവ് കാടിനുള്ളിലേക്ക് കയറുകയാണ്. ഇതാ അവിടുത്തെ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ. ചിലയിടത്തൊക്കെ തട്ടിയും മുട്ടിയുമാണ് ബോട്ട് പോകുന്നത്. ഇത് ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫോറസ്റ്റുകാരുണ്ടാക്കിയെടുക്കുന്നതാണ് ഈ പാതകളെന്ന് തോന്നുന്നു. ഇതിലുള്ള യാത്രകളിൽ നമുക്ക് പലതരം പക്ഷികൾ ചിലയ്ക്കുന്നത് കേൾക്കാം. ചിലതൊക്കെ ഭയപ്പെടുത്തുന്നതാണെങ്കിലും അതൊരു വിസ്മയം തന്നെയാണ്. ഹൊറർ സിനിമകളിലൊക്കെ കാണുന്നത് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ധാരാളമുണ്ട്. ഇത്രയും ദൂരം ഞങ്ങൾ വന്നിട്ടും പിന്നെയും കിടക്കുകയാണ് ഈ മാംഗ്രോവ് ഫോറസ്റ്റ് കിലോമീറ്ററുകളോളം. ഗൂഗിൾ മാപ്പ് ഇല്ലെങ്കിൽ ഒരു അന്തവും കുന്തവും കിട്ടില്ല ഇവിടെ വന്നാൽ. അങ്ങനെയുള്ളപ്പോൾ 1964 ഇവിടെ വന്നു MGR സിനിമകളൊക്കെ എങ്ങനെ എടുത്തു എന്ന അതിശയകരമാണ്. ഞങ്ങളുടെ ഒപ്പം തന്നെ പലരും യാത്ര ചെയ്യുന്നുണ്ടട്ടോ. അവരൊക്കെ വേറെ വേറെ റൂട്ടാണെന്ന് തോന്നുന്നു. മറ്റു ബോട്ടുകളുടെ ശബ്ദം കേൾക്കാം.
മൃഗപരിപാലൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. உள்ளார ஒரு பாலம் ஒன்று இருக்கு பாருங்க, அதில் தான் உடஞ்சிருக்குல்ல, அதில் தான் துப்புரவால் ஷூட்டிங் எடுத்துருக்காங்க, விசால் ஷூட்டிங். துப்புரவால் ஷூட்டிங். அதுக்கு முன்னாடி பாலம் நல்லா இருந்தது, ஆனால் இப்போ உடஞ்சிச்சு அந்த பாலம். அது வந்து ஃபாரஸ்ட் டிபார்ட்மெண்ட்டில் போட்டது. அவங்க ஆஃபீஸுக்கு யாராவது சொன்னாங்கன்னா இறங்க பார்க்கறதுக்காக அதை வச்சு அப்படி ஷூட்டிங் எடுத்துருக்காங்க. பூவும் இருக்கும், சின்னதாக இருக்கும், மஞ்சளாக இருக்கும், பூவெல்லாம் இருக்கும். ஆனால் ஏது பீஸாக பூவு சொரப்பெண்ணை. சொரப்பெண்ணை சுரப்பண்ணை. சொரப்பெண்ணை டோட்டலாக சேர்த்து சொல்கிறது தான் மேங்குரோவ். மேங்குரோவ் மேங்குரோவ். എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ ഇതിലൂടെയുള്ള യാത്ര. സ്വരപ്പിണ്ണൈ എന്നാണ് ഇതിന്റെ പേര്. ഈ കാടിനെ മുഴുവൻ പറയുന്ന പേരാണ് മാൻഗ്രോവ് എന്നാണ് ഡ്രൈവർ പറയുന്നത്. സ്വരപ്പിണ്ണൈ പൂവിടും കായിടും എന്നൊക്കെ പറയുന്നു. പൂവിട്ട് നിൽക്കുമ്പോൾ ഇതിലും മനോഹരമായിരിക്കും ഒരു പക്ഷേ. ഒരിക്കൽ കൂടി വരണമെന്നുണ്ട്. മാൻഗ്രോവ് ഒരു അനുഗ്രഹം തന്നെയാണ് ഭൂമിക്ക്. ഒന്നും മനോഹാരിതയിൽ ഭൂമിയെ അതിസുന്ദരിയാക്കി പച്ചപ്പണിയിക്കുന്നു. പിന്നെ സുനാമി പോലുള്ള ജലപ്രവാഹങ്ങളിൽ നിന്ന് ഈ കാടുള്ള ദേശത്തെ വലിയ തോതിൽ സംരക്ഷിക്കുന്നു. ഈ ചെടികളുടെ പ്രത്യേകത കണ്ടോ? ഈ ചെടികളുടെ വേരുകൾ വെള്ളത്തിന് മുകളിലാണ്. ഇവയ്ക്ക് വെള്ളത്തിൽ നിന്ന് ശ്വസിക്കാൻ കഴിവില്ല. അതുകൊണ്ട് സ്വരപ്പിണ്ണയുടെ റൂട്ടുകൾ വെള്ളത്തിന് മുകളിലായിരിക്കും. പ്രകൃതിയുടെ ഓരോ നിർമ്മാണങ്ങളല്ലേ. ദൈവസൃഷ്ടികൾക്കെല്ലാം തന്നെ ഇതുപോലെ ഓരോ കഴിവുകളുണ്ട്. എല്ലാം ജീവിക്കുന്നത് മറ്റൊന്നിനെ ആശ്രയിച്ചാണ്. അതുപോലെ നമ്മൾ എല്ലാവരും മറ്റൊന്നിനെ അനുഗ്രഹമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചേക്കുന്നതും. ഇതൊക്കെ കാണുമ്പോൾ പരമോന്നതമായ ദൈവശക്തിയെക്കുറിച്ച് സംസാരിക്കാൻ തോന്നിപ്പോകുന്നു. ആ ദൈവത്തെ ഒരു നിമിഷം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഇതുപോലെ പ്രപഞ്ചത്തിൽ നമ്മൾ അറിയാത്തതായി എന്തൊക്കെ ഇനി കാണാൻ കിടക്കുന്നു. അതുകൊണ്ട് നിങ്ങളോട് ഞാനും പറയുന്നു, നിങ്ങളും ഇതുപോലെ ഓരോ സ്ഥലങ്ങളും സന്ദർശിക്കുക. എന്നിട്ടത് സോഷ്യൽ മീഡിയകളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.
യാത്രക്കിടയിൽ കണ്ട മറ്റൊരു കാഴ്ച ഒരുപാട് തേൻകൂടുകൾ വെച്ചിരിക്കുന്നത് കാണാം. ഒരുപാട് തേനീച്ചകൾ സ്വൈരവിഹാരം നടത്തുന്ന ഒരു കാട് കൂടിയാണ് ഈ മാംഗ്രോവ് ഫോറസ്റ്റുകൾ. കൃത്രിമമായി ഉണ്ടാക്കിയ തേനീച്ചക്കൂടുകളുമുണ്ട്, അതുപോലെ തേനീച്ചകൾ തന്നെ നിർമ്മിച്ചവയുമുണ്ട്. ചിലയിടത്ത് വലിയ തേനീച്ചക്കൂടുകൾ കാണാം. ആരും തന്നെ അതിനെ ഉപദ്രവിക്കാൻ മുതിരാത്തതുകൊണ്ട് അതും ശാന്തമായി അവിടെ ഇരിക്കുന്നു. ശരിക്കും ഈ വനങ്ങളെ നമ്മൾ സംരക്ഷിക്കണം. ഫാക്ടറികളിൽ നിന്നുള്ള വിഷമലിനീകരണങ്ങൾ ഈ കാടുകളെ ഇന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ഇവയെ സംരക്ഷിക്കുക എന്നുള്ളത്. ഇവിടെ ദശാവതാരം മൂവി ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഡ്രൈവർ പറയുന്നു. ഒരുപാട് സിനിമകൾ ഇവർക്ക് അറിഞ്ഞുകൂടാത്തതും ഇവിടങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമന്റ് ഇടുക. അങ്ങനെ കൂടുതൽ സിനിമകൾ ആരെങ്കിലും പറഞ്ഞാൽ സത്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് വൗച്ചർ തരുന്നതായിരിക്കും. ദശാവതാരം நான் பண்றேன். ഇടതൂർന്ന് കിടക്കുന്ന ചെടികളുള്ള ഫോറസ്റ്റാണിത്. കുറച്ചധികം വലിയ മരങ്ങൾ കൂടി ഉണ്ടായിരുന്നതിൽ ശരിക്കും ആമസോൺ മഴക്കാടുകളായി തോന്നിപ്പിച്ചേനെ. ആമസോണിന്റെ ഒരു വന്യത ചെറിയ തോതിലെങ്കിലും ഫീൽ ചെയ്യാതിരിക്കില്ല ഈ മാംഗ്രോവ് ഫോറസ്റ്റിലൂടെയുള്ള ഈ യാത്രയിൽ. ഇതിനു മുന്നേ ഇവിടെ യാത്ര ചെയ്തിട്ടുള്ളവരൊക്കെ ഇതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ഇടുക കേട്ടോ. ഏതായാലും ഈ യാത്ര കുറച്ചു നേരങ്ങൾക്കകം അവസാനിക്കുമെന്ന് ഡ്രൈവർ പറഞ്ഞപ്പോൾ എല്ലാവരും മൂകതയിലായി. എല്ലാവർക്കും തന്നെ ഒന്നുകൂടി യാത്ര ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇനിയൊരിക്കൽ പോകണമെന്ന ആഗ്രഹത്തോടെ തൽക്കാലം ഇനി ഒന്നുകൂടി ഇപ്പൊ വേണ്ടെന്ന് തീരുമാനിച്ചു. ശുദ്ധമായ വായുവാണ് ഇവിടെ ഉള്ളത്. നല്ല ഉന്മേഷമാണ് ഈ യാത്രയിൽ കിട്ടിയത്. നല്ല വെയിലുണ്ടായിരുന്നിട്ടും അല്പം പോലും ചൂടറിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ആർക്കും. അത്രയ്ക്ക് ശീതളമായ കാറ്റും നല്ല ഫ്രഷ് എയറുമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ സ്ഥിരമായി വരുന്നവർക്ക് നല്ല ആയുസ്സുണ്ടായിരിക്കുമെന്ന് ഞാൻ തമാശയായി പറഞ്ഞു. പിന്നെ ഇവിടെ പാമ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ആദ്യം മനസ്സിലേക്ക് വന്നത് തന്നെ അനാക്കോണ്ടയാണ്. അത് പറഞ്ഞ് ഞാൻ എന്റെ സിസ്റ്ററിനെ ഒന്ന് പേടിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അനാക്കോണ്ട ഇല്ലെന്ന് അവൾക്കറിയാമെങ്കിലും
ചെറിയ പാമ്പുകൾ ബോട്ടിലേക്ക് ചാടിക്കയറിയാൽ എന്തു ചെയ്യും എന്ന മറുചോദ്യം ചോദിച്ചപ്പോൾ പൊതുവെ പാമ്പിനെ പേടിയുള്ള ഞാൻ അവൾ അറിയാതെ ഒന്ന് ഭയന്നു. പിന്നെ മിണ്ടാതിരുന്നു. ടൈം കിട്ടിയാൽ ഒരു AI വീഡിയോ ഉണ്ടാക്കണം ഈ അറ്റ്മോസ്ഫിയർ വെച്ച് അനാക്കോണ്ടയുടെ. ദൂരെ ഞങ്ങൾ യാത്ര തുടങ്ങിയ സ്ഥലം കണ്ടു തുടങ്ങി. ഇവിടെ നല്ല ആഴമുള്ളതായി തോന്നുന്നു. ഒരു മാൻഗ്രൂവ് ഫോറസ്റ്റ് കൂടിയുണ്ട്. അത് പോണ്ടിച്ചേരിയിലാണ്. അതും കൂടി പോയി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് ടൈം കിട്ടുമോന്ന് അറിയില്ല. നോക്കാം. ഒരു കാര്യം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. മിസ്റ്റിക് വിയൻഡർലസ്റ്റ് എന്ന ഈ ചാനലിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ചാനൽ വ്യൂസും സബ്സ്ക്രിപ്ഷനും ഇല്ലാതെ ഡെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ എല്ലാവരും സഹകരിച്ചാൽ, ഓരോ ലൈക്ക്, ഷെയർ, കമന്റ് ഒക്കെ തന്നാൽ ഈ ചാനൽ മുന്നോട്ടു പോകും. നല്ല കഷ്ടപ്പാടും ചെലവുമുണ്ട് ഓരോ വീഡിയോയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ. ഒരു വ്ലോഗറായി തുടരാൻ ആഗ്രഹിക്കുന്ന എന്നെ നിങ്ങൾ ലൈക്ക്, ഷെയർ തന്ന് സഹായിക്കണമെന്ന് വിനീതമായി ഈ സമയം അപേക്ഷിക്കുകയാണ്. ഇനിയും ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുണ്ട്. ആ വീഡിയോസിന്റെ എല്ലാം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ്. അതിനാൽ ഈ ചാനൽ പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരുപാട് പദ്ധതികൾ മനസ്സിലുണ്ട്. അതെല്ലാം നിറവേറണമെങ്കിൽ നിങ്ങളുടെ സഹകരണം കൂടി ആവശ്യമാണ്. ദി കംപ്ലീറ്റ് സൗത്ത് ഇന്ത്യൻ ട്രാവൽ വ്ലോഗിലെ 3ാമത്തെ വീഡിയോ ആണിത്. മുൻപിട്ട 2 വീഡിയോസിനും വ്യൂവേഴ്സ് നന്നേ കുറവാണ്. ആ വീഡിയോസ് കൂടി നിങ്ങൾ കണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ പരിചയസമ്പന്നനായ ആ ബോട്ട് ഡ്രൈവർ. അണ്ണന്റെ പേര് മറന്നുപോയെങ്കിലും അണ്ണനോട് ഈ നിമിഷം നന്ദി പറയുന്നു. ഞങ്ങളെ സുരക്ഷിതമായി സ്ഥലങ്ങളെല്ലാം കാണിച്ച് തിരിച്ചെത്തിച്ചതിനും മനോഹരമായി ഈ സ്ഥലങ്ങളെല്ലാം മനസ്സിലൊരു ഓർമ്മയായി സൂക്ഷിക്കാൻ ജീവിതത്തിലൊരു ഭാഗവാക്കായതിനും. നമ്മൾ വന്നിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. സുരേന്ദ്രൻ അണ്ണൻ ടിക്കറ്റ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. യാത്രയുടെ ടൈം കറക്റ്റാണോ എന്ന് നോക്കാൻ. പറഞ്ഞതിലും അധികം ടൈം ഉണ്ടായിരുന്നു. ഡ്രൈവറും കൂട്ടാളിയും നല്ല സഹകരണവും പെരുമാറ്റവുമാണ് ഞങ്ങളോട് കാട്ടിയത്. അതുകൊണ്ട് തന്നെ അവർ എക്സ്ട്രാ ടിപ്പ് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ഫിഷിംഗ് ബോട്ടുകൾ തീരത്ത് കിടക്കുന്നത് കാണാം. പല കളറുകളിലുള്ള ബോട്ടുകൾ ഇങ്ങനെ തീരത്ത് കിടക്കുന്നത് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. సార్ ఇదా ఫారెస్ట్ డిపార్ట్మెంట్ పోட்டு ஃபாரஸ்ட் டிபார்ட்மெண்ட் பிள்ளை போட்டு எடுத்துறது இந்த போட்டு தான். நம்ம போன ரூட்ல எல்லாம் அந்த போட்டு போக முடியாது.
பெரிய போட் அங்கிட்டால் உள்ளார போக முடியாது. அதனால டைம் குறைச்சிட்டாங்க. அப்புறம் கொடை இறக்கலாம் ஏற்றலாம், அது கொடை இறக்க முடியாது ஏற்ற முடியாது. ദാ കിടക്കുന്നത് ഫോറസ്റ്റിന്റെ ബോട്ടുകളാണ്. പക്ഷെ അതിൽ കയറി ഇന്നിപ്പോയ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കില്ല. കുറച്ച് വലിയ ബോട്ടുകളാണവ. ടൂറിസത്തിന്റെ ബോട്ടുകളിൽ തന്നെ യാത്ര ചെയ്യേണ്ടി വരും മാൻഗ്രോവിനിടയിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ. ഈ പോകുന്നത് റോ ബോട്ട്. അതിൽ യാത്ര പോയാൽ നമ്മൾക്ക് കിട്ടിയ ഒരു ഫീലിംഗ് കിട്ടില്ല. ആദ്യം ഇതിൽ യാത്ര ചെയ്യാൻ ഭയമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് മനസ്സിലായി പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന്. നമ്മളിപ്പോ തിരിച്ച് ജെട്ടിയിലെത്തിയിരിക്കുവാണ്. നെക്സ്റ്റ് പോകാനുള്ളവർ ജാക്കറ്റ് ധരിച്ച് കാത്തു നിൽപ്പുണ്ട്. ബോട്ടിൽ നിന്ന് ഇറങ്ങിയ പാടെ ഞങ്ങൾ സുരേന്ദ്രൻ അണ്ണനും ഫാമിലിയുമായി നിന്നൊരു ഫോട്ടോ എടുത്തു. എന്നിട്ട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു. ഞങ്ങൾ ഇനി നേരെ പോണ്ടിച്ചേരിക്കാണ്. അവിടെ ഒരുപാടുണ്ട് കാണാൻ. അതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ബൈ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.